മരുഭൂമിയിൽ നങ്കൂരമിട്ടിരിക്കുന്ന വലിയ കപ്പലുകളുടെ ചിത്രം നിങ്ങൾ പാഠപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ? അതൊരത്ഭുതമല്ല, മനുഷ്യൻ പ്രകൃതിയോട് ചെയ്ത ക്രൂരതയുടെ നേർക്കാഴ്ചയാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ തടാകമായിരുന്നു ഈ അരാൽ കടൽ, ആരൽ സീ. തുർക്ക്മെനിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഇടയിലായി പരന്നുകിടന്നിരുന്ന വലിയൊരു ജലസമ്പത്തായിരുന്നു ഇത്. അമ്മു ദരിയ, സിർ ദരിയ എന്നീ രണ്ട് വലിയ നദികളായിരുന്നു അരാൽ കടലിലേക്ക് ഒഴുകിയിരുന്നത്. ഈ നദികളിലെ വെള്ളം കൊണ്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കൃഷി സമൃദ്ധമായിരുന്നു. എന്നാൽ മനുഷ്യന്റെ അത്യാഗ്രഹം ആ പ്രദേശത്തെ ആകെ മാറ്റിമറിച്ചു. പരുത്തി കൃഷി വർദ്ധിപ്പിക്കാനായി ഭരണകൂടങ്ങൾ തീരുമാനിച്ചു. ഇതിനായി അരാൽ കടലിലേക്ക് ഒഴുകിയിരുന്ന നദികളെ അവർ വഴിതിരിച്ചുവിട്ടു. നദികളിലെ വെള്ളം പാടങ്ങളിലേക്ക് പോയപ്പോൾ അരാൽ കടൽ പതുക്കെ മെലിയാൻ തുടങ്ങി. കൃഷിക്കുവേണ്ടി അമിതമായി ഉപയോഗിച്ച കീടനാശിനികൾ വെള്ളത്തെ വിഷമയമാക്കി. വെറും 4 പതിറ്റാണ്ടുകൾ കൊണ്ട് ആ വലിയ കടൽ വറ്റിപ്പൊങ്ങി. അരാൽ കടൽ ഇന്ന് അരാൽക്കും മരുഭൂമി എന്നറിയപ്പെടുന്നു. വെള്ളമില്ലാതെ കപ്പലുകൾ മരുഭൂമിയിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ്. അശാസ്ത്രീയമായ വിഭവചൂഷണം എങ്ങനെ ഒരു പ്രദേശത്തെ നശിപ്പിക്കുമെന്ന് ഇത് കാണിച്ചു തരുന്നു. പ്രകൃതി വിഭവങ്ങൾ അനന്തമാണെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. വരും തലമുറയ്ക്കുകൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയിലെ വെള്ളവും മണ്ണും. ഇതിനെയാണ് നമ്മൾ വിഭവ സംരക്ഷണം എന്ന് വിളിക്കുന്നത്. വിഭവങ്ങളെ വിവേകപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ പുഴകളും ഇതുപോലെ വറ്റിപ്പോകും. അരാൽ കടലിന്റെ ദുരന്തം ലോകത്തിനു മുഴുവൻ നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ്. നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളെയും നമ്മൾ ഇതുപോലെയാണോ കൈകാര്യം ചെയ്യുന്നത്? മണൽവാരലും കയ്യേറ്റവും നമ്മുടെ പുഴകളെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. സുസ്ഥിരമായ വികസനം മാത്രമാണ് ഇതിനൊരു പരിഹാരം. പ്രകൃതിയുടെ താളം തെറ്റിക്കാതെ വേണം നമ്മൾ വികസനം കൊണ്ടുവരാൻ. അരാൽ കടൽ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് ഭൂമിയിലുണ്ട്, എന്നാൽ ആർത്തിക്കുള്ളതില്ല എന്ന് ഗാന്ധിജി പറഞ്ഞത് ഓർമ്മയില്ലേ? ഈ പാഠം ഉൾക്കൊണ്ട് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. പരീക്ഷയ്ക്ക് അരാൽ കടലും വിഭവ സംരക്ഷണവും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്.